May the name of the Lord be glorified. It's another privilege for a family to join here and have fellowship over here. In this morning, I would like to bring your attention to the portion that we always have in our life. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും കരുതുന്ന ഒരു വേദഭാഗത്തേക്ക് രാവിലെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. And today morning the worship began with a song telling that we give thanks to the Lord for the grace that He has given us. ദൈവം നമുക്ക് നൽകിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുവാനായിട്ടുള്ള ആഹ്വാനത്തോടുകൂടെ ആ ഗാനത്തോടുകൂടിയാണല്ലോ ഇന്ന് രാവിലെ നാം ഈ യോഗം ആരംഭിച്ചത്. From that portion I want to bring something or certain thing that can encourage all of us. നമുക്കെല്ലാവർക്കും സഹായകരമായ രീതിയിൽ ആ ചിന്ത അവിടെ ചേർന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Finding grace in the sight of God. ദൈവത്തിൽ നിന്നുള്ള ദൈവകൃപ അനുഭവിക്കാനായിട്ട് ഇടയായി തീരുക. So finding grace in the sight of God is necessary for all of us to live in the face of the earth. ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ദൈവത്തിൽ നിന്നുള്ള കൃപ ധാരാളമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. The first verse mentioned about the grace in the Bible is Genesis chapter 6 verse 8. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് ദൈവകൃപയെ കുറിച്ചിട്ടുള്ള ആദ്യമായിട്ടുള്ള പരാമർശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. There is also in relation with Noah, God said that Noah found grace in the sight of God. അവിടെ നോഹയെ കുറിച്ചാണ് നാം വായിക്കുന്നത്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. And the Bible ends with the word grace. That is also in Revelation chapter 22 verse 21. Grace be with you all. Amen. വേദപുസ്തകം അവസാനിക്കുന്നതും കൃപയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തില് കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. And in mid of these two words many portions are talking about the grace of the grace. ഇതിന്റെ മധ്യത്തിൽ ദൈവകൃപയെ കുറിച്ച് അനേക വാക്യങ്ങൾ അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. And at least it's been classified in 4 ways. 4 രീതിയിൽ അത് വിഭജിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. What is saving grace? ഒന്ന് രക്ഷിക്കുന്ന ദൈവകൃപ. When we read Ephesians chapter 2 verse 8 and 9, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ which we all know that it says that for by grace we have been saved through faith. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണല്ലോ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. A saving grace. രക്ഷിക്കുന്ന ദൈവകൃപ. We were not worthy to receive receive a grace from God. ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കാനായിട്ട് നാം ആരും അർഹരായിരുന്നില്ല. Or to forgive our sin. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുവാനായിട്ട് നാം യോഗ്യരായിരുന്നില്ല. But God has given us. എന്നാൽ ദൈവം നമ്മോട് കൃപ കാണിച്ചു. It's an unmerited favor that we received from God. അർഹിക്കാത്ത നന്മ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And second grace which it talks about the sanctifying grace. രണ്ടാമത്തെ നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവകൃപയാണ്. When we read 2 Corinthians chapter 5 verse 17, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ there we read that therefore if anyone is in Christ they are new creation, the old passed away. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. Even though we are not perfect, നാം ആരും പരിപൂർണരല്ലെങ്കിലും but by the grace of God we are being sanctified in our day to day life. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഓരോ ദിവസവും വിശുദ്ധീകരണത്തിൽ മുന്നേറുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. To make us perfect before God. ദൈവമുമ്പാകെ നമ്മെ പരിപൂർണരാക്കുവാനായിട്ട് sanctifying grace. നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവകൃപ. And the strengthening grace. നമ്മെ ശക്തീകരിക്കുന്ന ദൈവകൃപ. My grace is sufficient for all of you. എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ആ വചനം. The grace that provides power and ability to live for Him. ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന ദൈവകൃപ. Whatever the situation we face, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും God's grace is always with us. It strengthens us. ആ ദൈവകൃപ നമ്മോട് കൂടെ ഇരുന്ന് അത് നമ്മെ ശക്തീകരിക്കുന്നു. By that we may overcome all the situations. നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് ആ ദൈവകൃപ നമ്മെ സഹായിക്കുന്നു. And finally serving grace. ഒടുവിലായിട്ട് സേവിക്കുന്ന ദൈവകൃപ. 1 Peter chapter 4 verse 10, when we read there, 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. we read like this. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, as each has received a gift, use it to serve one another as good stewards of God's varied grace. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ.
Yes, that is a serving grace. ശുശ്രൂഷിക്കുന്ന ദൈവകൃപ. We received a gift to serve one another. അന്യോന്യം സേവിക്കുവാൻ ശുശ്രൂഷിപ്പാനായിട്ടുള്ള ദൈവകൃപ. Even though we live in the face of the earth by grace, നാം ഈ ഭൂമിയിൽ ദൈവകൃപയാലാണ് ഓരോ ദിവസം ജീവിക്കുന്നത് എന്ന് വരികിലും all these things are necessary for our life to live. ഈ കാര്യങ്ങളൊക്കെയും അനുദിനം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. But in this morning, I want to bring three important people who found the grace in the sight of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവകൃപ പ്രാപിച്ച 3 വ്യക്തികളെ ഇന്ന് രാവിലെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3 lives and 1 grace. ആ 3 വ്യക്തികള് അവർക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. It is not that they have asked. Some people asked, at the same time some people received. ചിലര് ദൈവത്തോട് കൃപയ്ക്കായിട്ട് യാചിച്ചു, എന്നാൽ മറ്റു ചിലർക്ക് ദൈവം ധാരാളമായിട്ടുള്ള കൃപ നൽകി എന്ന് വായിക്കുന്നു. And 3 people, one is Noah, ഒന്നാമത്തെ ആള് നോഹയാണ്, and another one Moses, രണ്ടാമത്തേത് മോശ, and third person is Mary. മൂന്നാമത്തേത് മറിയ. Even though other people also have received the grace from God, മറ്റുള്ള അനേകർക്കും ദൈവകൃപ ലഭിച്ചു എന്ന് അറിയുന്നുവെങ്കിലും, but these 3 important people, they have given a task also. ഈ 3 വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായിട്ടുള്ള ദൗത്യവും ദൈവം അവരെ ഏൽപ്പിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നു. As I told you, the Genesis chapter 6 verse 8 is the first verse where we read about the grace. ഞാൻ നേരത്തെ ഓർപ്പിച്ചുവല്ലോ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ് ദൈവകൃപയെ കുറിച്ച് ആദ്യമായിട്ട് നാം വായിക്കുന്നത്. We read Noah found grace in the sight of God. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. We have to understand the situation in which he received the grace from God. ആ ദൈവകൃപ നോഹയ്ക്ക് ലഭിച്ചതിന്റെ ആ പശ്ചാത്തലം നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. When the world is being corrupted, ആ ഭൂമിയൊക്കെയും പാപത്താൽ മലിനമായപ്പോൾ, and people were living according to their own life, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ, and God was worried that he has created these people. ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ നിമിത്തം ദൈവം യഹോവ അനുദപിച്ച ആ ഒരു കാലഘട്ടം, At that moment Noah found grace in the sight of God. ആ കാലഘട്ടത്തിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നു. The world is plenty. The world is plenty. The people were plenty. അന്ന് അനേക ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. And only Noah found grace in the sight of God. അതിന്റെ മധ്യത്തിൽ നോഹയ്ക്കാണ് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്. Finding grace in the sight of God is important for all of us. യഹോവയുടെ ദൃഷ്ടിയിൽ കൃപ ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. We know that we all accepted the Lord Jesus Christ. പ്രിയമുള്ളവരെ, നാം കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. We partake in the Lord's table. നാം കർത്തൃമേശയിൽ നിന്ന് പങ്കുകൊള്ളുന്നു. We have given a task also in this world. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. And what was the task for Noah to receive? നോഹയ്ക്ക് ദൈവം നൽകിയ ആ ദൗത്യം എന്തായിരുന്നു? And God said that he was worried, for he made man in his own image. മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം യഹോവയ്ക്ക് ദൈവം അനുദപിച്ചു എന്ന് വായിക്കുന്നു. And that like Genesis chapter 6 verse 6 was the first place where the sorry also mentioned. അവിടെയാണ് അനുതാപം എന്നുള്ള പദം അല്ലെങ്കിൽ ദുഃഖം എന്നുള്ള പദം നമുക്ക് ആദ്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. God was sorry that he created the human being. മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം യഹോവ അനുദപിച്ചു, അവന്റെ ഹൃദയത്തിൽ ദുഃഖമായി എന്ന് വായിക്കും. Because of the corruption. ആ പാപ നിമിത്തം. So why Noah found grace in the sight of God? എന്തുകൊണ്ടാണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? The reason Noah found grace in the sight of God is to protect the nation, people. ജനത്തെ സംരക്ഷിക്കുവാനായിട്ടാണ് ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. Yes, God has given the task to Noah. നോഹയ്ക്ക് ദൈവം ഒരു വലിയ ദൗത്യം നൽകി, to build the ark. ഒരു പെട്ടകം പണിവാനായിട്ട്. And God told that I'm going to destroy all these people who are really corrupted. മലിനമായ ആ ജനത്തെ ഒക്കെയും നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. Yes, Noah and his family, they were building the ark. നോഹയും കുടുംബവും ആ പെട്ടകം പണിതുകൊണ്ടിരിക്കുകയാണ്. At the same time, even the other people were also looking at what these people were doing. അന്നുള്ള ആളുകളൊക്കെയും എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And they were mocking at Noah and his family. അവർ നോഹയെയും കുടുംബത്തെയും പരിഹസിക്കുന്നു. What a situation it is. ആ സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കുക. The time was given for all these people. ഇവർക്കെല്ലാവർക്കും സമയം ലഭിച്ചു. The ark is made not only for the Noah's family. പെട്ടകം നോഹയ്ക്കും കുടുംബത്തിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. Whoever accepts and comes to
the ark, they are saved. ഈ ആഹ്വാനം സ്വീകരിച്ച് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും പ്രവേശിക്കുവാൻ രീതിയിലാണ് ആ പെട്ടകം ഉണ്ടാക്കിയിരുന്നത്. Just for 8 people, it is not necessary to build a big ark. 8 ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പെട്ടകം ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല. The plenty of places were there in the ark. ആ പെട്ടകത്തിൽ ധാരാളം സ്ഥലമുണ്ടായിരുന്നു. It is for the protection now. അത് സംരക്ഷണത്തിന് വേണ്ടിയാണ്. Noah found grace in the sight of God is to protect the nation or the people. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചത് ജനത്തെ സംരക്ഷിക്കുവാനായിട്ടായിരുന്നു. But when the corrupt people are corrupted, എന്നാൽ ആളുകൾ മലിനപ്പെട്ടപ്പോൾ only Noah and his family entered into the ark. നോഹയും കുടുംബവും മാത്രമാണ് പെട്ടകത്തിലേക്ക് പ്രവേശിച്ചത്. And what is the reason? He has to found the grace in the sight of God. അതിന്റെ കാരണം എന്താണ്? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നുള്ളതാണ്. Because he was a righteous and blameless person. താൻ നിഷ്കളങ്കനും നേരുള്ളവനുമായിരുന്നു. And had obedience and faith before God. യഹോവയുടെ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരുന്നു, അനുസരണമുള്ളവനായിരുന്നു. At the same time walking with God. ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. And preaching the righteousness. നീതി പ്രസംഗിയായ നോഹ എന്നാണ് വായിക്കുന്നത്. Yes, Noah built the ark. നോഹ പെട്ടകം പണിതു. It's not 1 or 2 days he has finished. 1-2 ദിവസം കൊണ്ടല്ല ഈ പെട്ടകം പണി തീർത്തത്. It's been taken a long time. ധാരാളം സമയം അതിനു വേണ്ടി എടുത്തു. He could have assured that the destruction is going to come. വലിയ ന്യായവിധി വരുവാൻ പോകുന്നു എന്ന് താൻ പ്രസംഗിച്ചു. But people hesitated to accept it. എന്നാൽ അത് അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ ആളുകൾ ഉണ്ടായിരുന്നില്ല. And except Noah's family, നോഹയുടെ കുടുംബം ഒഴിച്ച് all people were died due to the flood. ന്യായവിധി മുഖാന്തരം ബാക്കിയുള്ള എല്ലാ ആളുകളും മരണപ്പെട്ടു. Noah found grace in the sight of God. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു to protect the people. ആളുകളെ സംരക്ഷിക്കുവാനായി. And we all be here. ഇന്ന് രാവിലെ നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുമ്പോൾ It is the Noah's family is being protected. That is the reason why we are here. നോഹയെയും കുടുംബത്തെയും ദൈവം സൂക്ഷിച്ചതുകൊണ്ടാണ് സന്താന പരമ്പരകളായി നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. Noah found the grace in the sight of God. That is the reason why we are here. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നാം ഇവിടെ ആയിരിക്കുന്നത്. That's the first person who found grace in the sight of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ച ഒന്നാമത്തെ വ്യക്തിയാണ് നോഹ. And the task also is given. അവനുള്ള ദൗത്യവും ദൈവം അവന് കൊടുത്തിരുന്നു. To protect the nation or the people. ജനത്തെ സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ. And the second person, രണ്ടാമത്തെ വ്യക്തി, it is none other than Moses. അത് മോശയാണ്. We will read it, Exodus chapter 33 verse 13. പുറപ്പാട് പുസ്തകം 33-13 വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. Yes, this is the second place where we read that Moses found grace in the sight of God. ഇവിടെ നാം വായിക്കുന്നത് മോശയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് നാം വായിക്കുന്നു. It is not that God said, whereas Moses asked to God. ഇവിടെ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്. We read verse 11 of the same passage. അതേ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. We read like this: the Lord spoke to Moses face to face as a man speaks with his friend. 11-ാം വാക്യം, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. And what is the reason Moses need to ask to the Lord, Lord, if you show the favor or if you give me the grace, I have something for you people. മോശ ദൈവത്തോട് പറയുകയാണ്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഈ ജനത്തിന് വേണ്ടി ചിലത് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും. If I have found grace in your sight, show me now your ways that I may know you. അവിടെ വായിക്കുന്നു, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയുമാറാകട്ടെ, ഞാൻ അറിയുമാറാകട്ടെ, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ എന്ന് അവിടെ വായിക്കുന്നു. We know the way how Moses was living the face of the earth. മോശ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. We know he lived in the face of the earth for 120 years. 120 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ് മോശ. 40 years he was there in the palace. 40 വർഷക്കാലം മിസ്രൈമിലെ കൊട്ടാരത്തില്. And another 40 years he was there in like wilderness with his father-in-law. പിന്നീടുള്ള 40 വർഷം മിദ്യാനിലെ മരുഭൂമിയില്. And another 40 years he was leading the people of Israel. ഒടുവിലത്തെ 40 വർഷം ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് മോശ ജീവിച്ചു. For 480 years they were there in the land of Egypt. 430 സംവത്സരം ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ അടിമകളായിരുന്നു. And facing all the problems and all, they were under the persecution. അവിടെ അവർ വലിയ യാതന അനുഭവിച്ചു. At that moment God called Moses. ആ സമയത്താണ് ദൈവം മോശയെ വിളിച്ചത്. Right from his childhood, when he was baby, from there God brought him up. ജനനം മുതൽ
ദൈവത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മോശ. Even though he was run away from God, ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നെങ്കിൽ തന്നെ 40 years he was there in the palace. ആ 40 വർഷം കൊട്ടാരത്തിൽ ജീവിച്ചു. And another 40 years he was there in the wilderness. 40 വർഷം മരുഭൂമിയിലായിരുന്നു. And when God called him to bring his people from the land of Egypt, തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം മോശയെ വിളിച്ചപ്പോൾ he was given all the excuses. എല്ലാ ഒഴിവുകഴിവും മോശ ദൈവത്തോട് പറഞ്ഞു. At least 5 times he has given the excuses. 5 തവണയെങ്കിലും ദൈവത്തോട് അതിനുള്ള ഒഴിവുകഴിവ് പറയാനായിട്ട് ശ്രമിച്ചു. Lord, I cannot stand in front of Pharaoh. ഫറവോന്റെ മുമ്പാകെ എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. I am not an elegant person to speak in front of Pharaoh. എനിക്ക് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയല്ല. Better you send somebody else. മറ്റാരെങ്കിലും അയക്കണമേ. God has given the solution over there. എന്നാൽ ദൈവം അതിനുള്ള പരിഹാരം അവനോട് നിർദ്ദേശിച്ചു. In Exodus chapter 33, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം he asked to God, മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, God, Lord, if I found favor from your side, show me your way. നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കുമാറാകണമേ എന്ന് മോശ ദൈവത്തോട് ചോദിക്കുകയാണ്. See, we read in verse 14 also. The Lord answered, I myself will go with you. 14-ാം വാക്യത്തിൽ ദൈവത്തോട് പറയുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. And I will give you victory. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. And 15 he said, 15-ാം വാക്യം, Then Moses said to him, മോശ ദൈവത്തോട് പറയുകയാണ്, if you yourself don't go with us, then don't send us away from this place. 15-ാം വാക്യം, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത് എന്ന് പറയുകയാണ്. Moses asked to God for the favor or grace to lead the people of Israel. ജനത്തെ ഇസ്രായേൽ മക്കളെ ആ മിസ്രൈമിൽ നിന്ന് നടത്തുവാൻ, അവരെ നയിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ടാണ് മോശ ദൈവത്തോട് ചോദിച്ചത്. We all know the incident that happened in the Mount Sinai. സീനായി പർവ്വതത്തിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. When Moses went to meet the Lord, ദൈവത്തെ കാണുവാനായിട്ട് മോശ കയറിപ്പോയപ്പോൾ it's been delayed. അത് താമസിച്ചു. What happened on the valley? എന്നാൽ താഴ്വരയിൽ എന്ത് സംഭവിച്ചു? People decided, we do not know what happened with Moses. ആളുകൾ പറഞ്ഞു, മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. They tried to make another god. അവര് ഒരു ദൈവത്തെ ഉണ്ടാക്കുവാനായിട്ട് and said that this is the one which brought us out of the land of Egypt. വിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ട് അവരിങ്ങനെ പറഞ്ഞു, ഇതാണ് നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം. And understand the condition of the people of Israel. ഇസ്രായേൽ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. Many a time they were against God. അവർ പലപ്പോഴും ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചവരാണ്. They murmured against God. അവർ ദൈവത്തിന് വിരോധമായി പിറുപിറുത്തു. They were like making all the problems against God and Moses. അവര് മോശയ്ക്കും ദൈവത്തിനും വിരോധമായി പ്രവർത്തിക്കുകയും മത്സരിക്കുകയും ചെയ്തു. Yet Moses stood for his people. എന്നാൽ മോശ ജനത്തിനു വേണ്ടി നിന്നു. When we read the Numbers, സംഖ്യാപുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, there was a time in which God decided to kill the people of Israel. ആ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. At that moment it was Moses who interceded for the people of Israel. ആ സമയത്ത് ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നത് പക്ഷപാതം ചെയ്തത് മോശയായിരുന്നു. Yes, Moses asked to God to lead the people of Israel. ജനത്തെ നയിക്കുവാനായിട്ട് ദൈവം മോശയെ വിളിച്ചു. Yes, Moses received the grace from God. മോശയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. That is the reason why he was able to lead the people of Israel. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് മോശയ്ക്കിടയായി തീർന്നത്. Just Moses is enough to understand the way how God has given grace in his life. മോശയുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ കൃപ നൽകി എന്നുള്ളത് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. The people of Israel, they were murmuring against God and Moses. ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പിറുപിറുക്കുന്ന ജനം, making all the problems, അനേക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജനം, rebellion against God, ദൈവത്തോട് മത്സരിക്കുന്ന ജനം, such a way they were. അങ്ങനെയുള്ള ഒരു ജനത്തെയാണ് നയിക്കുന്നത്. If Moses would not have received the grace from God, ദൈവത്തിൽ നിന്ന് മോശയ്ക്ക് കൃപ ലഭിച്ചില്ലായിരുന്നെങ്കിൽ it would be possible that Moses would have said to God, Lord, you destroy all these people. മോശ തീർച്ചയായും ദൈവത്തോട് പറയുമായിരുന്നു, ദൈവമേ ഈ ജനത്തെ അങ്ങ് നശിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുമായിരുന്നു. But he received the grace from God. എന്നാൽ മോശയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള കൃപ ലഭിച്ചു. That is the reason he was able to lead the people of Israel. അതുകൊണ്ടാണ് ഈ ജനത്തെ നയിക്കുവാനായിട്ട് മോശയ്ക്ക് ഇടയായി തീർന്നത്. And the reason why he received the grace, എന്തുകൊണ്ടാണ് മോശയ്ക്ക് ദൈവകൃപ ലഭിച്ചത്? and he was deeply longing for God. മോശ ദൈവത്തെ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. And interceded for his own people. തന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ട് മോശയ്ക്ക് ഇടയായി. And his faithfulness and seeking for God's glory. വിശ്വസ്തയോടുകൂടെ
ദൈവത്തിന്റെ മഹത്വം കാണാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തി. And he had the boldness. Yes, these are my people. ആ ധൈര്യത്തോടുകൂടെ ഈ ജനം എന്റെ ജനം എന്ന് ദൈവത്തോട് പറയാനായിട്ട് ഇടയാക്കി. That is the reason why he was interceding for the people of Israel. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശ അപേക്ഷിക്കുവാനായിട്ട് പക്ഷവാദം ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. Finding grace in the sight of God is always important for us, that God will give the task for us. ദൈവത്തിന്റെ മുമ്പാകെ ദൈവകൃപ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം അതിനോട് ചേർത്ത് തന്റെ ദൗത്യവും നമ്മെ ഏൽപ്പിക്കുന്നു. And the third person, മൂന്നാമത്തെ വ്യക്തി, it's none other than Mary. അത് മറിയയാണ്. We'll read Luke chapter 1. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. We'll read verse 30. 30-ാമത്തെ വാക്യം. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. So we read here, the angel said to her, don't be afraid, Mary. God has shown you his grace. That's what we read here. മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് നമ്മളോട് വായിക്കും. The situation in which she received the grace from God. മറിയയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള കൃപ ലഭിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. We are able to understand there was a gap between the Old Testament and period New Testament. ആ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള ഒരു ദീർഘമായ കാലഘട്ടം. Intertestamental period. ആ രണ്ട് നിയമങ്ങൾക്കും മധ്യയുള്ള ഒരു കാലഘട്ടം. A 400 years of silent period. ഏകദേശം 400 വർഷക്കാലം നിശബ്ദമായിട്ടുള്ള ഒരു കാലഘട്ടം. After the prophet Malachi. മലാക്കി പ്രവാചകന് ശേഷം. And this is the occasion in which God opened, or the angel of the Lord appeared. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം യഹോവയുടെ ദൂതൻ പ്രത്യക്ഷമായ ഒരു പ്രത്യേക സന്ദർഭം. And the first it was like for the John the Baptist. ആദ്യമായിട്ട് യോഹന്നാൻ സ്നാപകനാണ് പ്രത്യക്ഷനായത്. And the angel of the Lord appeared and said that there will be the forerunner will come. അവിടെ ദൈവത്തിന് മുമ്പായിട്ട് ഒരുവൻ വരും എന്നുള്ള അരുളപ്പാട് നൽകി. It was John the Baptist. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള പ്രവചനമായിരുന്നു. And thereafter it was about the Lord Jesus Christ. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. The angel appeared and said that don't be afraid, Mary, that you have find the grace from God's sight. ദൈവത്തിന്റെ ദൂതൻ മറിയോട് പറയാണ്, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. The reason why Mary find grace in the sight of God. എന്തുകൊണ്ടാണ് മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നത്? To bring a savior into this world. രക്ഷിതാവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. Right from Adam till the people who were living. ആദാം മുതൽ ഇന്ന് ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ വരെയും we all sin. നാം എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു. Even though the Old Testament people did all the sacrifices. പഴയ നിയമത്തില് അവര് അനേക യാഗങ്ങളൊക്കെയും കഴിച്ചുവെങ്കിൽ തന്നെയും it was a temporary sacrifice. For time being their sin was forgiven. അതൊക്കെയും താൽക്കാലികമായിരുന്നു. താൽക്കാലികമായിട്ട് മാത്രമേ അവർക്ക് ആ പാപക്ഷമ ലഭിച്ചിരുന്നുള്ളൂ. The sacrifices were being done repeatedly. ആ യാഗങ്ങളൊക്കെയും ആവർത്തിച്ച് നടത്തപ്പെടുകയായിരുന്നു. But whereas God has already given a permanent solution that the Savior will come and forgive all of us sin. എന്നാൽ പാപത്തിന് എന്നേക്കുമുള്ള പരിഹാരം വരുത്തുവാനായിട്ട് ദൈവം തന്നെ ഒരുക്കിയ ആ രക്ഷിതാവ് കർത്താവായ യേശുക്രിസ്തു. To bring a Savior into this world. ആ രക്ഷിതാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് Mary was used as a vessel. അതിനൊരു പാത്രമായിട്ട് ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് മറിയ. We know about Joseph. യോസേഫിനെ കുറിച്ച് നമുക്കറിയാം. A humble person. ആ താഴ്മയുള്ള ഒരു വ്യക്തി. Having a small work in the village. ആ ഗ്രാമത്തിൽ ചെറിയ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി. Even though Joseph understood that she was conceived. ആ മറിയ ഗർഭവതിയായി എന്നുള്ള കാര്യം യോസേഫ് അറിഞ്ഞിട്ടും he was trying to send her secretly. ഗൂഢമായി അവളെ ഉപേക്ഷിക്കാനായിട്ട് യോസേഫ് വിചാരിച്ചുവെങ്കിലും But whereas even to Joseph the angel of the Lord appeared and said. ആ യോസേഫിനും ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു. And that is the reason why we were able to see the Savior. അതുകൊണ്ടാണ് രക്ഷിതാവിനെ കാണുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചത്. Throughout the verses after 30 we may be able to read the talk between Mary as well as the angel of the Lord. 30 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളില് ആ ദൂതനും മറിയയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. In 34 Mary asks a question to the angel. 34ാമത്തെ വാക്യത്തില് മറിയ ദൂതനോട് ചോദിക്കുകയാണ്, how will this happen since I am a virgin?
ഞാൻ പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. And the angel of the Lord said that you will be conceived through the Holy Spirit. ആ ദൂതൻ അവളോട് മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. And 38 we read, 38ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ Mary said, മറിയ പറയുകയാണ്, I am the servant of the Lord. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, Let this happen to me as you say. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. Then the angel of the Lord went. ദൂതൻ അവളെ വിട്ടുപോയി. A courage for her. അത് മറിയയ്ക്ക് ധൈര്യം ലഭിച്ചു. So Mary has chosen, or she found grace in the sight of God to bring the Savior into this world. ആ രക്ഷിതാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവത്തിന്റെ കൃപ ലഭിച്ച ആ ഒരു 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 വ്യക്തിയാണ് മറിയ. She accepted the calling from the Lord. ദൈവത്തിന്റെ ആ വലിയ വിളി അവൾ സ്വീകരിച്ചു. That is the reason why we are today we are all worship the Lord. ആ അതിന്റെ കാരണത്താലാണ് ഇന്ന് രാവിലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ രക്ഷിതാവിനെ ആരാധിപ്പാനായിട്ട് ഇടയായി തീർന്നു. Yes, when Mary said, ആ മറിയ ഇങ്ങനെ പറഞ്ഞു, the Savior came into this world. ആ രക്ഷിതാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി. And lived just like us. നമ്മെ പോലെ അവൻ ജീവിച്ചു. And suffered like us. ആ നമുക്ക് വേണ്ടി കഷ്ടതയേറ്റു. And died on the cross of Calvary for our sin. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. Because she found grace in the sight of God. ദൈവത്തിന്റെ കൃപ മറിയയ്ക്ക് ലഭിച്ചതുകൊണ്ടാണ് അത് ഇടയായത്. In this morning we have come to His presence. നാം ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ It's not only these three people. ഈ 3 വ്യക്തികൾ മാത്രമല്ല, Many people received the grace from God. അനേകർക്ക് ദൈവത്തിൽ നിന്നുള്ള കൃപ ലഭിച്ചു. Abraham, അബ്രഹാമിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. യോസേഫിന് ലഭിച്ചു. David, ദാവീദിന് and ലഭിച്ചു. all other people. മറ്റനേകർക്ക് ലഭിച്ചു. Everyone found grace in the sight of God. അവർക്കൊക്കെയും ദൈവത്തിൽ നിന്നുള്ള കൃപ ലഭിച്ചു. All the prophets. അനേക പ്രവാചകന്മാർ, Jeremiah, the weeping prophet, വിലപിക്കുന്ന പ്രവാചകനായ യെരമ്യാവ് received the grace from God. ദൈവത്തിൽ നിന്നുള്ള കൃപ ലഭിച്ചു. That is the reason why they were able to stand for the Lord. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തീർന്നത്. As these three people received the grace from God, ഈ 3 വ്യക്തികൾ ദൈവത്തിൽ നിന്നുള്ള കൃപ ലഭിച്ചപ്പോൾ Noah was he has given the task to protect the people, ആ ജനത്തെ സംരക്ഷിക്കുവാനായിട്ടുള്ള ദൗത്യമായിരുന്നു നോഹയ്ക്ക് ലഭിച്ചത്. or to bring the new generation. ഒരു പുതിയ തലമുറയെ ഉത്ഭവിപ്പിക്കുവാനായിട്ട് Moses to lead the people of Israel, മോശയ്ക്ക് ലഭിച്ച ദൗത്യം ഇസ്രായേൽ ജനത്തെ നയിക്കുക എന്നുള്ളതായിരുന്നു. and Mary to bring the Savior into this world. മറിയയ്ക്ക് ലഭിച്ച ദൗത്യം രക്ഷിതാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. That is the reason why we are here. അതുകൊണ്ടാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. Similarly, we also have found grace in the sight of God. അങ്ങനെ അതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്നുള്ള കൃപ We ലഭിച്ചവരാണ്. know that we saved by grace, നാം ഓരോരുത്തരും കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. and at the same time we have given the task to do in this world. അന്ന് മാത്രമല്ല, അതിനോട് ചേർന്ന് കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടുള്ള ദൗത്യവും ദൈവം നമ്മെ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. What is the task? എന്താണ് ആ ദൗത്യം? To share the word of God. ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. That is be a big task for us. അതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം. To talk about the Savior of the Lord Jesus Christ. Savior Lord Jesus Christ. രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക. Any circumstances, ഏത് സാഹചര്യത്തിലും, any place, ഏത് സ്ഥലത്തും we should witness for the Lord. കർത്താവിന് വേണ്ടി നാം സാക്ഷികളായി ജീവിക്കണം. So now today in today's world, everywhere there is a persecution. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രതികൂലങ്ങൾ എല്ലായിടത്തും ഉണ്ട്. So last year there was no problem even in West Bengal that they were free. There was a freedom to share the word of God. കഴിഞ്ഞ നാളുകൾ വരെയും വെസ്റ്റ് ബംഗാളില് സുവിശേഷം അറിയിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. But the moment when BJP has taken initiative, എന്നാൽ സുവിശേഷ വിരോധികൾ അധികാരത്തിൽ വന്നപ്പോൾ everything is stopped. അവിടെയുള്ള ആ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെയും നിശ്ചലമായി തീരുവാനായിട്ട് Before we hear the message that they have come and destroyed all of the church. അവിടെ കേൾക്കുവാനായിട്ട് ഇടയായി തീരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പലരും സുവിശേഷ വിരോധികൾ നമ്മുടെ സഭകൾ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. It's not only like West Bengal, everywhere, all the North India, sir. വെസ്റ്റ് ബംഗാളിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. It is our responsibility. നമ്മുടെ ഉത്തരവാദിത്തമാണ്. We have to pray for it. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യമുണ്ട്. If we really find the grace in the sight of God, ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ we may be able to understand whatever things we do, നാം എന്ത് തന്നെ പ്രവർത്തിച്ചാലും it's for God's glory. അത് ദൈവനാമ മഹത്വത്തിനായി തീരണം. So like months before there was a summer camp happened in Jamtara. ജംതാരയിലെ ചില നാളുകൾക്ക് മുമ്പ് ഒരു സമ്മർ ക്യാമ്പ് നടന്നു. There only one brother is like Godly James, who is from Alua.
ആലുവിൽ നിന്ന് കടന്നു വന്ന സഹോദരൻ ഗോഡ്ലി ജെയിംസ്, and another brother Justice George from like Bangalore. ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്ന സഹോദരൻ ജസ്റ്റിസ് ജോർജ്. They were always looking at me. അവരൊക്കെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, What am I doing? ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. Because over there in Jamtara, I'm always like, it's not that I'm proud to say it, but for God's glory, I'm just telling. ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത്. Usually over there, I'm the only person who set all the like sound system and everything. പലപ്പോഴും ഞാനാണ് അവിടെയുള്ള സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. It's like sound system. സൗണ്ട് സിസ്റ്റം മാത്രമല്ല, Even the live telecast. ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത്. Sometimes I never call any person. I may think that let them do their duty. Let me do my own duty. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നു, മറ്റുള്ളവർ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ, ഞാൻ എന്റെ ഉത്തരവാദിത്തം ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. So I have to manage all the mixer and all the sound system. ആ സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. And if there is any problem even in the live telecast, I have to go and see. ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിലും എന്തെങ്കിലും പ്രതികൂലങ്ങൾ വന്നാൽ അതും ഞാൻ പോയി നോക്കുവാനായിട്ട് ആവശ്യമാണ്. And as I was doing all those things, ആ കാര്യങ്ങളൊക്കെയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, and these two people were observing at me. ഈ രണ്ട് സഹോദരന്മാർ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, What I'm doing. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. Then as we were singing all together, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ, the moment when I got the mic, എനിക്ക് മൈക്ക് ലഭിച്ചപ്പോൾ I started to sing. ഞാൻ പാട്ട് പാടാനായിട്ട് തുടങ്ങി. And they were laughing at me. അപ്പൊ അവരെ എന്നെ നോക്കി ചിരിച്ചു. And when I got the like cajon, it's an instrument. ഓക്കെ, ആ പാട്ടിന് സഹായകമായ ഒരു ഉപകരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, and I started to play it. അത് ഞാൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. And they were pointing, see again he is playing these things. അപ്പൊ അവര് പിന്നെയും പറഞ്ഞു, ഇപ്പൊ അവനെ ഇപ്പൊ അതും ചെയ്യുന്നുണ്ട്. And in the afternoon we used to go for the manual work in Jamtara, mainly for the hospital and other works. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ആശുപത്രിയുടെ പണിയോടുള്ള ബന്ധത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ശാരീരിക അധ്വാനത്തിനായിട്ട് കടന്നു പോകാറുണ്ട്. And over there I'm doing the interlock work. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ ടൈലിന്റെ ഇന്റർലോക്ക് ജോലിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And they were surprised what I'm doing. അപ്പൊ ഇവര് അത്ഭുതപ്പെട്ടത് എന്താണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. As long as the good health is with us, ആരോഗ്യമുള്ളിടത്തോളം കാലം we have to serve the Lord. കർത്താവിന് വേണ്ടി നാം അധ്വാനിക്കാനായിട്ട് ആവശ്യമുണ്ട്. It may be anything. അതെന്ത് തന്നെയായാലും It's for the God's glory. അത് ദൈവനാമ മഹത്വത്തിനായി തീരണം. And I find pleasure in it. ഞാൻ അതിൽ സന്തോഷിക്കുന്നു. Yes, I do it for God's glory. ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ഇതൊക്കെയും ചെയ്യുന്നത്. There was a time even we have cleaned the septic tank also. ചിലപ്പോൾ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യേണ്ട ജോലിയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. Like Adivasis believers, the people who were there, അവിടെ ഉണ്ടായിരുന്ന ആദിവാസി വിശ്വാസികൾ, they were hesitant to do it. അവരെ അത് ചെയ്യുവാനായിട്ട് മടിയുള്ളവരായിരുന്നു. But I myself and Jovan Francis, Davis Francis uncle's son. ഞാനും കൂട്ടുസഹോദരൻ ജോവാൻ ഫ്രാൻസിസും കൂടെ, and we were looking at all our boys. ഞങ്ങളുടെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ആൺകുട്ടികളെ ഞങ്ങൾ നോക്കി. Then we said each other, it is already filled up. The restroom and everything is filled. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. And it would happen during the COVID. അത് കോവിഡ് കാലഘട്ടത്തിലാണ് ഉണ്ടായത്. Then we thought, what can we do for it? അതിനുവേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയും എന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു. We look at each other. ഞങ്ങൾ അന്യോന്യം നോക്കി. Then I said, come, let us start with faith. ഞാൻ പറഞ്ഞു, നമുക്ക് വിശ്വാസത്തോടു കൂടെ പ്രവൃത്തി ആരംഭിക്കാമെന്ന് പറഞ്ഞു. Nobody will do it. ആരും അത് ചെയ്യാനായിട്ട് ഒരുക്കമല്ല. Here the missionary and everything is there. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. It here in Thrissur. തൃശ്ശൂര് നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള പണിക്കാരൊക്കെ ഉണ്ട്. But there is no option. അവിടെ അങ്ങനെ ചെയ്യാനായിട്ട് ആരുമില്ല. We have a three wheel cycle. ഒരു 3 ചക്രമുള്ള ഒരു സൈക്കിൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. And we had a broken like a water tank. ഒരു പൊട്ടിയ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. And we started to fill everything. അതിൽ ഞങ്ങൾ ഇതൊക്കെ നിറച്ചു. And we throw it away. അങ്ങനെ അതിൽ കൊണ്ടുപോയി അത് കളഞ്ഞു. If I would have thought why I need to do it, ഇതെന്തിനു ഞാൻ ഈ പണിക്ക് പോകണം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ I would not have really find the pleasure. അതിലുള്ള സന്തോഷം കണ്ടെത്തുവാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിക്കില്ല. It's an example. See, anything we do, it's for the God's glory. ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രമാണ്. നാം ചെയ്യുന്നത് എന്തും ദൈവനാമ മഹത്വത്തിനായിട്ട് ആയിരിക്കണം. If we really find grace from the sight of God, ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ, dear brothers and sisters, പ്രിയ സഹോദരന്മാരെ, find grace in the sight of God. ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. And find out what task is given to you. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. May His name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.